ഹലോ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വേറൊന്നുമായിട്ടല്ല, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാലട പായസമായിട്ടാണ്. ഞാൻ എപ്പോഴും പാലട ഉണ്ടാക്കുന്നത് നമുക്ക് മിക്സ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ, അത് വെച്ചിട്ടാണ്. പക്ഷെ ഇത്തവണ ഞാനൊന്ന് മാറ്റി പിടിച്ചു, അട വാങ്ങിയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Hey, it's us, Nainika and Janaki. It's fun time. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ആദ്യം അട വേണം. ഇത് വേറെ ഒന്നുമല്ല, പനങ്കൽക്കണ്ട ആട്ടോ, ബ്രൗൺ ഷുഗർ ഇല്ലേ അത്. പിന്നെ പാല്, കുറച്ച് കണ്ടൻസ് മിൽക്കും വേണം, നെയ്യ് വേണം, പിന്നെ പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പനങ്കൽക്കണ്ട് എടുക്കാൻ കാരണം, ഞാൻ കഴിഞ്ഞ വട്ടം ഉണ്ടാക്കിയപ്പോൾ ഇത് വെച്ചുണ്ടാക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം. മക്കൾക്ക് കൊടുക്കാനാകുമ്പോൾ കുറച്ച് നന്നാവും. പഞ്ചസാരനേക്കാളും കുറച്ചും കൂടി നന്നാവുക പനങ്കൽക്കണ്ടായിരിക്കും. അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത്, കുക്കർ എടുക്കുക. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അടയില്ലേ, നമുക്ക് എന്തോരം പായസം വേണമെന്ന് വെച്ചാൽ അതിന് കണക്കാക്കിയിട്ടുള്ള അട എടുത്തിട്ട് വേവിക്കുക, കുക്കറിൽ വേവിക്കുക. പിന്നെ കുക്കറിൽ വേവിക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ആവശ്യത്തിന് വെള്ളം, അതിൻ്റെ കൂടെ സ്വല്പം പഞ്ചസാരയും ഒരു ലേശം പൊടിക്ക് ഉപ്പും നെയ്യും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഒരു വിസിൽ വരുമ്പോൾ അത് ഓഫ് ചെയ്യുക. അടുക്കി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് കാണാം, ചീറി വരുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ഞാൻ കറക്റ്റ് സമയമായപ്പോൾ ഓഫ് ചെയ്തു. അപ്പോൾ ഇതുപോലെ നല്ലോണം വെന്ത് നമുക്ക് കിട്ടണം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ പായസം നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുക്കുക, അതിലോട്ട് ഈ പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പൊതുവെ പാട ഇഷ്ടമല്ല, അപ്പം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. പാട ഇഷ്ടമില്ലാത്തവർക്ക് ശ്രദ്ധിക്കുക, ഇളക്കിക്കൊണ്ട് ഇരിക്കുന്നതായിരിക്കും വളരെ നന്നാവുക. അപ്പം ഞാനിതിൽ കുറച്ച് പനങ്കൽക്കണ്ടം ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കുറച്ച് ഇതിലിട്ടിട്ടുണ്ട്, നമ്മുടെ കുക്കറിൽ അട വേവിക്കാൻ നേരത്തെ ഇട്ടിരുന്നു. അപ്പം ആവശ്യത്തിന് നോക്കിയിട്ടിടുക. പിന്നെ പൊതുവേ പഞ്ചസാരനേക്കാളും മധുരം കുറവായിരിക്കും പനങ്കൽക്കണ്ടം. അപ്പം എന്നാലും ശ്രദ്ധിക്കുക, ഇടുമ്പോൾ അളവ് കുറച്ചിടുക. എന്നിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി, കാരണം നമുക്ക് കണ്ടൻസ് മിൽക്കും കൂടി ഇടേണ്ടതാണ്. പിന്നെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് അട നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിടുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് കട്ടയായിട്ട് കിടക്കുമോ എന്ന്. പക്ഷെ പേടിക്കണ്ട, നമുക്കിതിൽ ഇളക്കി ആ ചൂട് കൊണ്ടതങ്ങനെ ഉടഞ്ഞുടഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നല്ലോണം എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി നമ്മളോട്. കണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് മധുരം നോക്കാം. എനിക്ക് മക്കൾക്കും പൊതുവേ കുറച്ച് മധുരം വേണം, അപ്പം ഞങ്ങൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പനങ്കൽക്കണ്ടം തന്നെയാണ് ഞാൻ ഇടുന്നത്. പിന്നെ നിങ്ങൾക്ക് പാത്രത്തിൽ നോക്കുമ്പോൾ കാണാൻ നെയ്മയം, അത് വേറെ ഒന്നുമല്ല, കുക്കറിൽ വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് നെയ്യിട്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെയാണ്. ഇനി നമുക്ക് വേണ്ട സംഭവം വെച്ചാൽ ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പാലട കുടിക്കുമ്പോൾ കാണാമല്ലോ പിങ്ക് കളർ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരമലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പാൻ എടുക്കുക, അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ, കാരണം ഓൾറെഡി അതിൽ മധുരം ഉള്ളതാണ്. അപ്പം ആവശ്യത്തിന് നമുക്ക് ഇടുക. അതിട്ടിട്ട് മെല്ലെ നേരിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പോലെ പിടിക്കും. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, നിങ്ങൾക്കതിൽ കാണാം, അതിൽ കുറച്ച് കട്ട പിടിച്ചു പോയി. പക്ഷെ ഞാനത് ഉടച്ചെടുത്തിട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കയ്യിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇതുണ്ടോ, എനിക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളിൽ കിടക്കണമെങ്കിൽ കാണാം. പക്ഷെ അത് ഞാനത് നല്ലോണം ഇളക്കി അങ്ങോട്ട് ഇതാക്കി എടുത്തു, ഉടച്ചെല്ലാം എടുത്തു. ഇത് നല്ല ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതെടുത്ത് നമുക്ക് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് കട്ട പോലെ ആയിട്ട് വരും, പക്ഷേ നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. അപ്പം തന്നെ അത് പൊക്കോളും, മെൽറ്റായി അതിൽ തന്നെ പിടിച്ചോളും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പാലിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വരുന്നതായിട്ടുണ്ട്, പിങ്ക് കളറായിട്ട് വരുന്നുണ്ട്. നേരത്തെ വൈറ്റ് ആയിരുന്നല്ലേ, ഇപ്പോൾ ദാ മാറി നോക്കുക, പിങ്ക് കളറിലോട്ടായി. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും, നമ്മൾ ഇത് ക്യാരമലൈസ് ചെയ്യുന്ന സമയത്ത് അത് നേരെ തീയിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി നമുക്ക് അതിലോട്ട് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ തിളച്ച് വന്നിട്ട് ഓഫ് ചെയ്താൽ മതി, കാരണം കണ്ടൻസ് മിൽക്കൊക്കെ നമ്മളിപ്പോഴല്ലേ ഇട്ടത്. അപ്പോൾ ഇതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലോണം തിളയ്ക്കാൻ വേണ്ടി പറയണം. നല്ലോണം തിളച്ച് കുറുകി വന്നതിന് ശേഷം മാത്രം ഓഫ് ചെയ്താൽ മതി. വേണമെങ്കിൽ ലാസ്റ്റ് വേണ്ടവർക്ക് കുറച്ച് നെയ്യിടാം, അല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്യുക. മക്കൾക്കോ നമ്മുടെ ഫാമിലിക്കുള്ള എല്ലാ മെമ്പേഴ്സിനും
കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.